ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ വീണ്ടും വന്നു. നോബിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ മെഡിക്ലെയിമിന്റെ പല പല കൺസെപ്റ്റുകളും പലതരത്തിൽ ഞാൻ ഓരോരോ എക്സ്പ്ലനേഷൻ തരികയാണ്. ഇവിടെ ഞാൻ വീണ്ടും വരുന്നു. മെഡിക്ലെയിം നമ്മൾ എടുക്കുമ്പോഴുണ്ടാകുന്ന ചില കാരണങ്ങളും ചില ഫീച്ചേഴ്സും ഒരുപാട് നമുക്ക് നല്ലൊരു സ്റ്റഡി ആൻഡ് ഫീൽഡാണ്, അല്ലെ കൺസെപ്റ്റാണ് മെഡിക്ലെയിം ഇൻഷുറൻസ്. കാരണം നമ്മളത് ബാക്കിയുള്ള ഇൻഷുറൻസ് കണക്കല്ല, അതിനകത്ത് ഒരുപാട് ഡെപ്തുകളുണ്ട്. എപ്പോഴും ഒരു ഡിസ്പ്യൂട്ട് ഇടാൻ പറ്റുന്ന ഒരു മേഖലയാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഡിസ്പ്യൂട്ട് മീൻസ് നമുക്ക് എന്തെങ്കിലും ഒരു പോളിസി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഡിസ്പ്യൂട്ടോട്ട് പോകും. കാരണം പലപ്പോഴും ഇപ്പം കൊറോണ ഒക്കെ വരുന്ന സമയത്തൊക്കെ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ മെഡിക്ലെയിം അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എടുക്കാതെ, അല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റ് പോലും എടുക്കാതെ നമ്മൾ പോളിസി കൊടുക്കുന്ന സമയം ഉണ്ടായിരുന്നു. ഈവൻ ദെൻ മീൻസ് പറഞ്ഞാൽ നമുക്ക് കൊറോണ സമയത്തൊക്കെ നമുക്ക് ഇപ്പം ലാഭമൊന്നും ഇല്ലാത്ത സമയം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് തൊട്ട് നമ്മൾ പലപ്പോഴും ഒരു മെഡിക്കൽ എടുക്കാതെ തന്നെ പോളിസി കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതല്ല, വേറൊരു കാര്യമില്ല. അത് എപ്പോഴായാലും നമുക്ക് കമ്പനികൾക്ക് അറിയാൻ പറ്റും. കമ്പനികൾക്ക് നല്ല ശക്തമായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഒരു മെഡിക്കൽ വിങ് തന്നെ ഉണ്ടാവും, ഡോക്ടേഴ്സിന്റെ മെഡിക്കൽ വിങ് തന്നെ ഉണ്ടാവും. അപ്പൊ ആ വിങ് അവർക്കത് എന്നാണ് എന്തെങ്കിലും അസുഖം ഉണ്ടായെന്ന് അവർക്കത് അറിയാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ഒന്ന് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഡിസ്പ്യൂട്ടോട്ട് കിടക്കും. പലപ്പോഴും ഒരുപാട് കമ്പനികളുടെ ഇപ്പൊ ഞാൻ തന്നെ ഈ ഹൈക്കോടതിയൊക്കെ താമസിക്കുന്നത്, അപ്പൊ അവിടെ തന്നെ ഏത് കമ്പനികളുടെയും ഒരുപാട് ക്ലെയിംസ് വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് അവരുടെ കേസുകൾ, അവർക്കെതിരെയുള്ള കേസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് വരാൻ ചാൻസ് ഏറ്റവും കൂടുതൽ മേഖലയാണ് മെഡിക്ലെയിം. ലൈഫ് ഇൻഷുറൻസ് പോലില്ല, അതെപ്പോഴും ഒരു അസുഖങ്ങൾ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും, എന്ത് അസുഖം എപ്പോഴാണ് വരാൻ പോകുന്ന അറിയാൻ പറ്റത്തില്ല. ആ അസുഖങ്ങളെയൊക്കെ നമുക്ക് മുൻകൂട്ടി കൊറോണ എന്ന് പറയുന്ന സാധനം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന 3-4 വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ, അങ്ങനെ അസുഖം പേര് പോലും ആദ്യമായിട്ട് കേൾക്കുക. ലൈക്ക് ദാറ്റ് എന്തെങ്കിലും അസുഖങ്ങൾ നമുക്ക് പറയാൻ പറ്റൂല, എന്താണ് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ. പിന്നെ കുറെയൊക്കെ നമ്മളത് സത്യസന്ധമായിട്ടൊന്ന് പറയുക, ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്ലോസ് ചെയ്യുക, അപ്പൊ ഡിസ്പ്യൂട്ട് ഒഴിവായി കിട്ടും. അതുകൊണ്ട് നമുക്ക് ആ മേഖലയിൽ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യസന്ധമായ കാര്യമാണ്, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യുക, ഡിസ്പ്യൂട്ട് ഒഴിവാക്കുക, നമ്മൾ നല്ലൊരു ക്ലയന്റ് ആയിരിക്കുക. നമുക്ക് ഒരു കാരണവശാലും നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യുന്നെങ്കിൽ ഒരിക്കലും കമ്പനികളൊന്നും ഒരു ക്ലെയിമും തരാതിരിക്കത്തൊന്നുമില്ല. അവർ കൊടുക്കാതിരുന്നവർക്ക് നിലനിൽപ്പില്ല, അപ്പൊ അവർ കൊടുത്തേ പറ്റൂ. അവർക്കും ട്രസ്റ്റ് നിങ്ങളാണ്. ക്ലയൻസ് ഇല്ലെങ്കിൽ അവരെന്താണ്, കമ്പനി ഇല്ല. അപ്പം ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലയൻസിലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു പാലം, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ആയിരിക്കുക, സത്യസന്ധമായിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. നെറ്റ് അഗെയിൻ നമുക്ക് ഇനിയും കാണാം, വീണ്ടും വീഡിയോയിൽ കാണാം.